അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ. നീ അത് മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്. ഇങ്ങനെ പലപ്പോഴും പലരോടും നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ ഒരാൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം മനസ്സിലായി, നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ അവരുടെ രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ബന്ധങ്ങളുടെ ഒരു തകർച്ചയുടെ ആദ്യ തുടക്കം. ഇനി മറ്റു ചിലരുണ്ട്, അവർ വായി തോന്നുന്നതൊക്കെ നമ്മളോട് പറഞ്ഞിട്ട്, നീ അങ്ങ് ക്ഷമിക്കണം കേട്ടോ, ഞാൻ അന്നരത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിലൊന്നും തന്നെ ഇല്ല കേട്ടോ, നിന്നോട് സ്നേഹം തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് തണുക്കുമെങ്കിലും ഈ ദേഷ്യം വരുന്ന സമയത്താണ് മനസ്സിലുള്ളത് പുറത്തു വരുന്നത്. നല്ല മൂഡിലിരിക്കുമ്പോൾ അതൊക്കെ അവർ അടക്കി വെക്കുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ആ ദേഷ്യത്തിനോടൊപ്പം പുറത്തു വരികയാണ്. നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാവുന്ന ഒരാളെ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷകരമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്.